ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ആലോചന. ഹൈക്കോടതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടാൻ ദേവസ്വം ബോർഡും തീരുമാനിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. ദ്വാരപാലക ശില്പത്തിൽ 1999 സ്വർണം പൊതിഞ്ഞെന്ന് വ്യക്തമാക്കുന്ന ദേവസ്വം രജിസ്റ്ററും മഹസ്സറും ഹൈക്കോടതിയിലെത്തിയതിന്റെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ നൽകിയ സ്വർണം 1999 മെയ് 4-ന് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ് ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ചുവെന്നാണ് രജിസ്റ്ററിലും മഹസറിലും. ഇതുകൂടാതെ സ്വർണം പൊതിഞ്ഞെന്ന് സ്ഥിരീകരിക്കുന്ന നിർണായക മൊഴിയും ദേവസ്വം വിജിലൻസിന് ലഭിച്ചു. വിജയ് മല്യയുടെ സംഘത്തിലുണ്ടായിരുന്ന തൊഴിലാളിയായ മാന്നാറുകാരനാണ് മൊഴി നൽകിയത്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ച ശേഷം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് ഹർജി നൽകും. സ്വർണ്ണപ്പാളി വിഷയം 27-നാണ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നത്. എന്നാൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ ഹർജി നേരത്തെ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്നും ദേവസ്വം ബോർഡ്. മുൻപ് 2 തവണ ചോദ്യം ചെയ്തതിനാൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് ദേവസ്വം വിജിലൻസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും സംശയിക്കുന്നു. സംസ്ഥാനത്തിന് പുറത്തുൾപ്പെടെ പണപ്പിരിവിന് ചിത്രങ്ങൾ ഉപയോഗിച്ചതായി വിവരമുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിച്ചതും തട്ടിപ്പ് മറയാക്കാനാണെന്നും സംശയിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസ്തി വിവരങ്ങളിലും അന്വേഷണമുണ്ട്. തിരുവനന്തപുരത്ത് നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരം ശേഖരിച്ചു തുടങ്ങി. 2 മാസത്തിനിടെ 1 കോടി രൂപയുടെ വസ്തു ഇടപാട് നടത്തിയെന്ന വിവരം ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ തുക പലിശയ്ക്ക് നൽകിയവരുടെ വിവരങ്ങളും ശേഖരിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.